ഹായ് ഹലോ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണാതെ നിൽക്കരുത്. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് കസ്റ്റഡിയിൽ. കർണാടക സ്വദേശിയായ 48-കാരനാണ് പിടിയിലായത്. വിദേശത്തായിരുന്ന പ്രതിയെ വിളിച്ചുവരുത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അരുൺ പാറയ്ക്കൽ ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, വല്ലാതെ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയൂ. സ്മിത, കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി പ്രസവിച്ചത്. 10ാം ക്ലാസ്സുകാരിയാണ്, 14 വയസ്സുകാരിയാണ്. ആ ഘട്ടത്തിൽ തന്നെ ആശുപത്രി അധികൃതർ ഹോസ്ദുർഗ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ സംഭവത്തിലൊരു അന്വേഷണം തുടങ്ങിയത്. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിതാവിലേക്ക് നീണ്ടത്. അന്ന് തന്നെ ഈ വാർത്ത നൽകുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ പിതാവിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നു എന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് വാർത്തയായി നൽകിയില്ല. ഒരുപക്ഷെ പിതാവ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ വിദേശത്തായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വിവരം പുറത്തേക്ക് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കർണാടക കുടക് സ്വദേശിയാണ് ഈ പിതാവ്. 48-കാരനാണ്. ഇയാൾ ഇവിടെ കാഞ്ഞങ്ങാട് വന്ന് വിവാഹം കഴിച്ച ഇവിടെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഗൾഫിലേക്ക് പോയത്. ഒരുപക്ഷെ ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്നത് അറിഞ്ഞ ശേഷമായിരിക്കാം ഇയാൾ വിദേശത്തേക്ക് മുങ്ങിയത്. പക്ഷേ പോലീസ് തന്ത്രപരമായി ഇയാളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ പെൺകുട്ടി കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ച സമയത്ത് കുട്ടിയുടെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ മാതാവാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ ഘട്ടത്തിൽ മാതാവിനോട് വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു വിവരവും കൈമാറാൻ കുട്ടിയുടെ മാതാവ് സന്നദ്ധരായില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കാര്യത്തിൽ ഒരു സംശയമുണ്ടായി. അങ്ങനെ കുട്ടിക്ക് ആരോഗ്യനില കൊടകിലത്തേത് പന്നിന്റെ മോൻ എന്തെന്നാക്കണം കേട്ടോ. അന്നേ മറുഭൂമിയിലിട്ടിച്ച് കുഴിച്ചാടിയാണ് ഉണ്ടായി. ഇല്ലാറിഞ്ഞ കൊണ്ട് നരമ്പ് കണ്ടിക്കണം. ഇല്ലാറിഞ്ഞ കൊണ്ട് ചതിച്ചിങ്ങനെ കൊല്ലണോ. ഓനെല്ലാം എന്തെന്നാക്കണോ നിങ്ങനെ പറയും. ഓൻ്റെ അല്ലേ എന്ത് പന്നിൻ്റെ മോനല്ല. ഓനെന്തെന്നാക്കണം. സ്വന്തം മോളങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എനിക്ക്.